നേപ്പാളിലേക്ക് യാത്ര ചെയ്യാൻ ഇനി പാസ്പോർട്ടും വിസയും വേണ്ട. ഒരൊറ്റ കാർഡിൽ തന്നെ ഇനി ഇന്ത്യയിലുള്ളവർക്ക് നേപ്പാളിലേക്ക് പറക്കാം. പക്ഷേ ഇപ്പോൾ നേപ്പാൾ പുറത്തിറക്കാനിരിക്കുന്ന കാർഡിന് ഇന്ത്യയുടെ അംഗീകാരം ലഭിക്കണമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതിനായി തന്നെ നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം വഴി കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായ ഒരു നിർദ്ദേശം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കും നേപ്പാളിനും ഇടയിലുള്ള അതിർത്തി കടക്കാനുള്ള യാത്രകൾ കൂടുതൽ സുഗമമാക്കുന്നതിനായി തന്നെ തങ്ങളുടെ ഡിജിറ്റൽ ബയോമെട്രിക് നാഷണൽ ഐഡന്റിറ്റി കാർഡാണ് അംഗീകരിക്കണമെന്ന ആവശ്യവുമായി തന്നെ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. പാസ്പോർട്ടിനും പരമ്പരാഗത സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റിനും പുറമെ തന്നെ ബയോമെട്രിക് വിവരങ്ങൾ അടങ്ങിയ നാഷണൽ ID കാർഡ് യാത്രാ രേഖയായി തന്നെ സ്വീകരിക്കണമെന്നതാണ് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം വഴി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ആളുകളുടെ സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനും ഈ നീക്കം സഹായകരമാകുമെന്നാണ് നേപ്പാൾ എമിഗ്രേഷൻ വകുപ്പ് ഡയറക്ടർ ജനറൽ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആധാർ കാർഡിന് സമാനമായി തന്നെ കൈവിരൽ അടയാളം, മുഖലക്ഷണം, അതുപോലെ തന്നെ ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടുത്തിയതാണ് നേപ്പാൾ നാഷണൽ ID കാർഡ് തയ്യാറാക്കാനായി തന്നെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. നിലവിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനും വസ്തു രജിസ്ട്രേഷനും പാസ്പോർട്ട് ആപ്ലിക്കേഷനും ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ NID കാർഡുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പഴയ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഘട്ടം ഘട്ടമായി തന്നെ നിർത്തലാക്കിക്കൊണ്ട് പൂർണ്ണമായും ഡിജിറ്റൽ കാർഡുകളിലേക്ക് മാറുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. പേപ്പർ രേഖയായ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കേഷനേക്കാൾ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ തന്നെ NID കാർഡ് അംഗീകരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സുരക്ഷ ശക്തമാക്കാൻ സഹായിക്കുമെന്നതാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല അവിടെ ഒരു തുറന്ന അതിർത്തി നയമുള്ളതിനാൽ തന്നെ ഇന്ത്യക്കാർക്കും നേപ്പാൾ പൗരന്മാർക്കും പാസ്പോർട്ടോ അല്ലെങ്കിൽ വിസയോ ഇല്ലാതെ തന്നെ ഇരു രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കും. നേപ്പാളിലേക്ക് പോകുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് പാസ്പോർട്ട്, വോട്ടർ ID അല്ലെങ്കിൽ സർക്കാർ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ വിമാനമാർഗം തന്നെ ഇവർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നേപ്പാളിന്റെ ഈ ഒരു ആവശ്യത്തിൽ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അധികൃതർ സാങ്കേതിക വിവരങ്ങൾ ശേഖരിക്കുകയും പ്രഥമ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 4.5 മില്യണിലധികം നേപ്പാൾ പൗരന്മാർ ഇതിനോടകം തന്നെ ഈ കാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ പച്ചക്കൊടി ലഭിച്ചാൽ അതിർത്തി കടക്കാനുള്ള യാത്രാ നടപടികൾ കൂടുതൽ എളുപ്പമാക്കും എന്നതാണ് ഈ ഒരു പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാർഡിലൂടെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.